ഇടുക്കി ഇരട്ടയാറിൽ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കുടിവെള്ള ടാങ്ക് കവിഞ്ഞൊഴുകി KSEBിയുടെ ക്വാർട്ടേഴ്സുകൾക്ക് നാശനഷ്ടമുണ്ടായി. ഇപ്പോഴും മണ്ണിനടിയിൽ നിന്ന് വെള്ളം ഒഴുകുകയാണ്. രാഹുൽ വിജയൻ വിവരങ്ങൾ ചെയ്യുന്നു. രാഹുൽ, കുടിവെള്ള ടാങ്ക് കവിഞ്ഞൊഴുകുന്നത് എങ്ങനെയാണ് അത്രയും നാശങ്ങൾ കാരണമാവുന്നത്? ഹാഷ്മി, ഈ കുടിവെള്ള ടാങ്ക് ഈ കെട്ടിടങ്ങളുടെ തൊട്ട് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇരട്ടയാർ ഡാമിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ആ ടാങ്കിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം ആ ടാങ്കിൽ നിന്ന് മറ്റൊരു ടാങ്കിലേക്ക് ആ വെള്ളം കൊണ്ടുപോകേണ്ടതുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി ഈ പമ്പിങ് തുടങ്ങിയതിന് ശേഷം ആ മോട്ടോർ ഓഫ് ചെയ്തില്ല. രാത്രിയിൽ പൂർണ്ണമായിട്ടും ആ മോട്ടോർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഫലമായിട്ട് ഈ വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകി ഈ മണ്ണിനടിയിലേക്ക് താഴുകയും അതുപോലെ തന്നെ ഈ ക്വാർട്ടേഴ്സിന്റെ ആ പിൻഭാഗത്തിലൂടെ അത് ഒലിച്ചിറങ്ങുകയാണ് ചെയ്തത്. ഈ മണ്ണെല്ലാം കൂടെ ഊർന്ന് താഴേക്ക് വരുന്ന നിലയിലാണ് നിലവിൽ ആ സ്ഥിതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, ഈ മണ്ണ് ഊർന്ന് പോയതിന് പിന്നാലെ ഈ മരങ്ങളെല്ലാം കടപുഴകി വീഴുകയായിരുന്നു ഈ ക്വാർട്ടേഴ്സിന് മുകളിലേക്ക്. വലിയ അപകടമാണ് ഉണ്ടായതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ വീടിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നു. ഈ സംഭവ സമയം മരം ഒടിഞ്ഞു വീഴുന്ന സമയത്തൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു. അവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഈ ക്വാർട്ടേഴ്സ് തകരുന്ന നിലയിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ചേട്ടാ, ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത്? നിലവിൽ ഇപ്പോൾ ഇരട്ടയാർ ഡാമിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് മേളിൽ വാട്ടർ പമ്പ് ഹൗസാണ്. അവിടെ നിന്ന് 2 ടാങ്കുണ്ട്. അതിൻ്റെ മേളിൽ വേറൊരു ടാങ്കുണ്ട്. അപ്പോൾ ആദ്യത്തെ ടാങ്കിലോട്ട് വെള്ളം അടിച്ച് കയറ്റി അതിന് ശേഷം മേളിലെ ടാങ്കിലോട്ടാണ് വെള്ളം അടിച്ച് കയറ്റുന്നത്. ഇപ്പോൾ ഇതോടെ അവിടെ നിന്ന് വെള്ളം പമ്പ് ലീക്കായിട്ട് ആ വെള്ളം അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഈ മണ്ണിനടിയിലോട്ട് ഇറങ്ങിയിട്ട് മണ്ണ് തള്ളി പോന്നിട്ടുണ്ട്. ആ തള്ളി പോകുന്നതിന്റെ ഭാഗമാണ് മണ്ണിന് പിടുത്തമില്ലാത്തതുകൊണ്ട് ആ മരങ്ങളെല്ലാം കടവഴുകി കോട്ടേഴ്സിലോട്ട് വീണ്. ഇപ്പം നിലവിൽ ഇപ്പം നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഇലക്ട്രിക് സെക്ഷൻ ഇരട്ടയാർ ഓഫീസാണ് ഇവിടെ ഉള്ളത്. ഈ ഓഫീസിന്റെ ഈ പരിസര പ്രദേശത്തുള്ള ക്വാർട്ടേഴ്സുകളിലാണ് ഇവിടെ നിലവിൽ ജീവനക്കാർക്കുള്ള താമസ സൗകര്യം കുറവായതുകൊണ്ട് ഇവിടെയുള്ള പണ്ട് പദ്ധതി കാലഘട്ടത്തിലുള്ള ക്വാർട്ടേഴ്സുകളാണ് ഉപയോഗിച്ച് പോരുന്നത്. അപ്പോൾ ഇപ്പോൾ ജീവനക്കാർ തന്നെയാണ് ഈ ക്വാർട്ടേഴ്സുകൾ മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് ഉപയോഗിച്ച് പോരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിന്റെ പുറകിൽ നിൽക്കുന്ന ഈ മരങ്ങളെല്ലാം വളരെ അപകട ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. ഈ മരങ്ങളൊക്കെ അടിയന്തരമായിട്ട് തന്നെ വെട്ടി മാറ്റേണ്ടതായിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ക്വാർട്ടേഴ്സിലും ആൾ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഓഫീസിന്റെ പുറകിലും ജീവനക്കാർ എപ്പോഴും 24 മണിക്കൂറുള്ള ഓഫീസാണ്. അപ്പോൾ അതിന്റെ പുറകിൽ നിൽക്കുന്ന മരങ്ങളെല്ലാം വെട്ടി മാറ്റിയില്ലെങ്കിൽ വളരെ ഒരു അപകടാവസ്ഥയാണ് ഇതൊക്കെ. അത് തന്നെയാണ് ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ഈ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് പറയേണ്ടതാണ്. ഈ വീടിനകത്ത് ആൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ചേച്ചി, ഈ വീടിനകത്തുണ്ടായിരുന്നു ഈ മരം ഒടിഞ്ഞു വീഴുന്ന സമയത്ത്? ഉണ്ടായിരുന്നു. അടുക്കളയിൽ നിൽക്കുമായിരുന്നു. പനിയായിരുന്നു. അതുകൊണ്ട് കാപ്പിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പേടിച്ചു പോയി. ഷീറ്റെല്ലാം പൊട്ടി തകർന്ന് മൊത്തം മേത്ത് വന്ന് വീഴേണ്ടതായിരുന്നു. ഇച്ചിരി മാറിപ്പോയതുകൊണ്ട് അതൊന്നും വീണില്ല. വേറെ ആളുകളുണ്ടായിരുന്നു? പിള്ളേരും കൊച്ചും അപ്പൂപ്പനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൂപ്പനും. ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ ഈ വെള്ളം നിറഞ്ഞൊഴുകുന്ന പ്രശ്നം ഉണ്ടായിരുന്നു? പല പ്രാവശ്യം നമ്മൾ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെ വിളിച്ചു പറയും, അവർ നിർത്തുകയാണ് ഉണ്ടായത്. പക്ഷേ ഇന്നലെ രാത്രി അവർ കണ്ടിന്യൂസ് പമ്പിംഗ് ആയിരുന്നു. രാവിലെ 6 മണിക്ക് മഴ പെയ്യുന്നതാണെന്നോർത്ത് ഞാൻ ഇറങ്ങി നോക്കുമ്പം വെള്ളം പോകുന്നുണ്ട്. അതിനുശേഷം അവരെ വിളിച്ച് 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവരാരും അതിന് ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു വയ്യാത്ത ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു വല്യപ്പനുണ്ട്. പുള്ളിക്കാണെങ്കിൽ ഒന്നാമത് ചെവിളി പോലും കേൾക്കില്ല. ഞങ്ങൾ സൺറൈസ് കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്ന സമയത്താണ് അതേ മരം വീഴുന്നിടാന്ന് കൂട്ടത്തിലുള്ളവർ പറയുന്നു. പക്ഷേ ഇത് നിരന്തരമായിട്ട് ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ട്. അത് തന്നെയാണ്. ഇത് ഇനിയും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. മരങ്ങൾ ഈ ക്വാർട്ടേഴ്സുകൾക്ക് മുകളിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ മണ്ണിനടിയിലൂടെയാണ് ഈ വെള്ളം ഊർന്നിറങ്ങി ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ മണ്ണ് എല്ലാം ഈ ക്വാർട്ടേഴ്സിന് പിന്നിൽ ഒരു മൺതിട്ടയാണ്. ഈ മൺതിട്ട ഇങ്ങനെ വിണ്ട് കീറിയിരിക്കുകയാണ്. ഈ മൺതിട്ട ഈ വീടിന് മുകളിലേക്ക് പതിക്കുമോ എന്ന ആശങ്കയാണ് ഈ ക്വാർട്ടേഴ്സിലുള്ള എല്ലാ ആളുകളും. അവിടെ കുടിവെള്ള ടാങ്ക് കവിഞ്ഞൊഴുകിനെ തുടർന്ന് നാശനഷ്ടത്തിന്റെ വിവരങ്ങൾ പറയുന്നത് രാഹുൽ വിജയൻ. അതിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.